അപ്പോൾ എല്ലാ ചങ്ങായിമാർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ചെറിയ ആപ്പ് റിവ്യൂ ആയിട്ടാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് വിറ്റ് കോമ്പാറ്റ് എന്നാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയുടെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ വീഡിയോയുടെ സൈസ് കുറയ്ക്കാമെന്നുള്ളതാണ്. നമ്മളൊക്കെ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. ഞാൻ ഇവിടെ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. ഫോണിനകത്ത് ഇൻറ്റേർണൽ സ്പേസ് കുറവായിരിക്കും. അതായത് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ആയതുകൊണ്ട് ഇപ്പോൾ ഫുൾ HD വീഡിയോ ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ഫോണിൽ സ്പേസ് കാണാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനൊരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആ വീഡിയോയുടെ ഫുൾ HD വീഡിയോ ആണെങ്കിൽ അതിൻ്റെ സൈസ് കുറയ്ക്കാൻ സാധിക്കും. ക്വാളിറ്റിക്ക് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. നല്ല റാമുള്ള ഫോണാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എൻ്റെ ഫോണിനകത്ത് 2GB റാമുണ്ട്. ഒരുമാതിരി നല്ല സ്പീഡിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. വീഡിയോ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ അവർ ഒരു ലോഗോ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലുന്ന ഇൻ്റർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ട്രിം ആൻഡ് കംപ്രസ്, ബാച്ച് കംപ്രഷൻ, കൺവേർട്ട് to MP4 ഇങ്ങനെയൊക്കെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് വീഡിയോ ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ സ്റ്റാറ്റസൊക്കെ വീഡിയോ വാട്സപ്പിൽ വീഡിയോ നമുക്ക് സ്റ്റാറ്റസൊക്കെ ഇടുന്നവരാണെങ്കിൽ ഈ അവസാനം കാണുന്ന അവരുടെ പരസ്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ സാധിക്കും. അങ്ങനെയൊക്കെ കുറച്ച് ഉപയോഗമുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഇൻട്രോ ആണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടെക് ആൻഡ് DIYയുടെ ഇൻട്രോ ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കിവിടെ വേണ്ടാത്ത ഭാഗം മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും താഴെയുടെ റെസൊല്യൂഷൻ ഉണ്ട്. പിന്നെ മേളിൽ കംപ്രസ്, അതിൻ്റെ വലത്തെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ താഴെയായിട്ടൊക്കെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യമേ ട്രിം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെ ലെഫ്റ്റും റൈറ്റും പിടിച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. ഇപ്പം നമുക്ക് വേണ്ടുന്ന ഭാഗം മാത്രം, വീഡിയോയിലെ വേണ്ടുന്ന ഭാഗം മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസൊല്യൂഷനകത്ത് നോക്കാം. അതായത് താഴെയായിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻ ഇവിടെ കിട്ടും. അതായത് 240p തൊട്ട് 960p വരെ നമുക്ക് റെസൊല്യൂഷൻ, അതായത് അതിൻ്റെ ക്വാളിറ്റി കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഞാനിവിടെ എൻ്റെ വീഡിയോയുടെ ക്വാളിറ്റി 240 കുറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ 240 സെലക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വലത്തെ ഏറ്റവും താഴെയായിട്ട് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും വീഡിയോയുടെ സൈസ് കൂടുകയും കുറയുകയും ചെയ്യും. ഇപ്പോൾ ഇത് 960p ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ അവിടെ സൈസിന് വ്യത്യാസം വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എനിക്കിവിടെ 240 ആണെങ്കിൽ ഞാൻ അത് ടാപ്പ് ചെയ്തിട്ട് ഈ മേളിൽ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, സേവ് ടു ഗാലറി. ഇപ്പോൾ സേവ് ടു ഗാലറി കൊടുക്കുവാണെങ്കിൽ കണ്ടോ ഇവിടെ ഒരു കംപ്രസ് ആവുന്ന നമുക്കവിടെ കാണാൻ സാധിക്കും. 4-11% കൂടി വരുന്നത് നമുക്ക് കാണാം. അത് റാം അനുസരിച്ചായിരിക്കും. പല ഫോണിലും അതിൻ്റെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത്. നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കംപ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഈ സമയത്ത് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പം കണ്ടോ നമുക്കത് ഫുൾ കംപ്രസ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നമുക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒറിജിനൽ വീഡിയോയ്ക്ക് 1.12 MB ഉണ്ടായിരുന്നു. കംപ്രസ് ചെയ്തപ്പം അത് വെറും 7.98 KB ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഒത്തിരി സ്പേസ് ലാഭിക്കാൻ സാധിക്കും. ഇപ്പം വേറെ കുറച്ച് ഓപ്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ കണ്ടോ ഞാൻ മൈ സ്റ്റുഡിയോ, ഇവിടെ നമുക്ക് ചെയ്തിട്ടേക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് മൈ സ്റ്റുഡിയോയ്ക്കകത്ത് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ താഴെയായിട്ട് നമുക്കിവിടെ ഒരു ചെറിയ ഒരു ഐക്കൺ കാണാൻ പറ്റും. അത് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അതായത് ട്രിം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷാർപ്പായിട്ടുള്ള ടൈം വെച്ച് ട്രിം ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും കൊടുത്തിരിക്കുന്നത്. അത് വെച്ച് നമുക്ക് കറക്റ്റ് ഷാർപ്പായിട്ടുള്ള വീഡിയോ കട്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ ഒരു ഓപ്ഷൻ. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ അടുത്താണ് ബാച്ച് കംപ്രഷൻ. അതായത് ഒരേ സമയത്ത് കുറച്ച് 2-3 വീഡിയോ, അതായത് കുറച്ച് 2 അതിൽ കൂടുതലുള്ള വീഡിയോ നമുക്ക് ഒരേ സമയം കംപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബാച്ച് കംപ്രഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ കൺവേർട്ട് ടു MP4, അതായത് നമുക്ക് വീഡിയോയുടെ സൈസ് കൂട്ടാനും അങ്ങനെയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയൊക്കെ, അല്ലെങ്കിൽ കുറഞ്ഞ വീഡിയോ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വഴി നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ എടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ വീഡിയോ ആക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി വിറ്റ് കോമ്പാറ്റ് എന്ന് പറയുന്ന വീഡിയോ കൺവേർട്ടിംഗ് അല്ലെങ്കിൽ വീഡിയോ കംപ്രസിംഗ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ആക്കി വെക്കുക.